ചിങ്ങോലിക്ക് പോയായിരുന്നു തിരിച്ചപ്പോൾ അവർ രാവിലെ വന്ന്. ഹായ്, വെൽക്കം ബാക്ക് ടു യുവർ ന്യൂ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ തൈപ്പൂയ മഹോത്സവത്തിന്റെ ഒരു വീഡിയോ ആണ്, കാഴ്ചകളുമാണ്. അതെ അതെ. നിച്ചൂസ് കാവടി എടുക്കുന്നുണ്ട്, അതുപോലെ പ്രയാറ്റമ്മയുണ്ട്, അതുപോലെ തന്നെ നന്ദുചേട്ടൻ രാവിലെ കാവടി കഴിഞ്ഞു വന്നു. കാവടി എടുക്കുന്ന സമയത്ത് നന്ദുചേട്ടൻ കാവടി കഴിഞ്ഞു വന്നു. എണ്ണക്കാവടിയായിരുന്നു. അപ്പം എണ്ണക്കാവടി ഒരുപാട് 3 മണി ആയപ്പോഴത്തേക്ക് എടുത്തായിരുന്നു. അപ്പം അത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മളിപ്പം രാവിലെ ഇപ്പോൾ ഒരു 5 മണി ആയിട്ടുണ്ട്. അപ്പം അമ്മയും നിച്ചൂസും ഇവിടെ പനച്ചൂട് അമ്പലത്തിലാണ്, ഹരിപ്പാട് റെയിൽവേ സ്റ്റേഷൻ അടുത്തുള്ള. അപ്പം അവിടോട്ട് പോയിട്ടുണ്ട്. ശർക്കര കാവടിയാണ്. ഞങ്ങൾ തലേ ദിവസം എന്ന് പറഞ്ഞാൽ ഇന്നലെ കൂട്ടക്കാവടി ഉണ്ടായിരുന്നല്ലേ? കൂട്ടക്കാവടി ഉണ്ടായിരുന്നു. അപ്പോൾ കൂട്ടക്കാവടിയുടെ വിശേഷങ്ങളാണ് ആദ്യം. അതിനുശേഷം നമ്മൾ തൈപ്പൂയത്തിന്റെ വിശേഷങ്ങളിലേക്ക് പോകും. അപ്പം ഇന്നലത്തെ കൂട്ടക്കാവടിയുടെ കുറച്ച് വിശേഷങ്ങൾ കണ്ടിട്ട് വരാം. അപ്പം കൂട്ടക്കാവടി എന്ന് പറയുന്നത് നിച്ചൂസ് പനച്ചിമൂട് അമ്പലത്തിൽ നിന്നാണല്ലോ കാവടി എടുക്കുന്നത്. അപ്പം അവിടുന്ന് കാവടി എടുക്കുന്നവരെല്ലാവരും കൂടെ കുറേ അമ്പലങ്ങൾ, അടുത്തുള്ള അമ്പലങ്ങളിലെല്ലാം പോയി തിരിച്ച് വീണ്ടും പനച്ചിമൂട് അമ്പലത്തിലേക്ക് വരും. അങ്ങനെ പല അമ്പലങ്ങളിൽ അന്നും ഇങ്ങനെ വരുന്നവരുണ്ട്. അപ്പം അതാണ് കൂട്ടക്കാവടി എന്ന് പറയുന്നത്. അപ്പോഴും ഒരുപാട് പേര് കാവടി എടുത്തുകൊണ്ട് പോകുന്നവരുണ്ട്. ചിലർ കാവടി എടുക്കാറില്ല. ഇപ്രാവശ്യം കാവടി എടുത്തോര് കുറവാണ്. എന്നുവെച്ചാൽ നമ്മുടെ കയ്യിലുള്ള കാവടി എടുത്തോണ്ട് കൂട്ടക്കാവടിക്ക് പോയവർ കുറവായിരുന്നു. നമ്മുടെ നിച്ചു കുഞ്ഞും പ്രയാറ്റമ്മയും കൂടെ പിടിപ്പീലി കയ്യിലെല്ലാം കാവടി എടുക്കുന്നവരുടെയിലെല്ലാം ഒരു പിടി പീലി കാണും. അതുകൊണ്ടാണ് നടന്നത്. ഒരു 8:30 ആയപ്പം വീണ്ടും പനച്ചിമൂട് അമ്പലത്തിലെത്തി എല്ലാവരും. അപ്പോൾ അവിടെ തന്നെ ഉണ്ടായിരുന്നു, ഫുഡും ഉണ്ടായിരുന്നു. അവിടുന്ന് എല്ലാവർക്കും ഉള്ളതുണ്ടായിരുന്നു. പുഴുക്കായിരുന്നു, മധുരക്കിഴങ്ങും കാച്ചിലും കപ്പയും നല്ല ചമ്മന്തിയൊക്കെ ആയിരുന്നു രാത്രിയിൽ എല്ലാവർക്കും കൊടുത്ത ഫുഡ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കാവടിക്ക് പോകാൻ വേണ്ടി ഇറങ്ങുകയാണ്. അപ്പം 5:45 അപ്പം 6 മണി 6:15 ആകുമ്പോഴത്തേക്ക് താങ്ങുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ എല്ലാവരും ഇറങ്ങുന്നുണ്ട്. എൻ്റെ ചേച്ചി, പൊന്നാച്ചി, ബാക്കിയുള്ളവരെല്ലാം പോയതിന് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. എൻ്റെ ചരനുണ്ട്, ചരൺ വാ. ഞങ്ങളേതായാലും ഫസ്റ്റ് അങ്ങോട്ട് ഇറങ്ങാം. അവർ പുറേന് വരുന്നുണ്ട് കേട്ടോ. വാ. പിന്നെ മാളും വരുന്നുണ്ട്, കുഞ്ഞിനെ ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. വാ. 2 പേരും ശർക്കര കാവടിയാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ എല്ലാവരും സെറ്റായിട്ട് ഇരിപ്പുണ്ട്. കാവടിയെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അമ്മയും അച്ഛനും ഒക്കെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അമ്മയും അച്ഛനും ചിങ്ങോലിക്ക് പോയായിരുന്നു തിരിച്ചപ്പോൾ അവർ രാവിലെ വന്ന്. ഞങ്ങൾ വിദ്യ ചേച്ചിയുടെ അവിടെ ആയിരുന്നു എല്ലാവരും.
നല്ല വെയിലുണ്ടായിരുന്നു, അതുപോലെ നല്ല പൊടിയുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ഈ കാവടിയുടെ കൂടെ നടക്കുമ്പോഴേ എന്താണെന്നറിയത്തില്ല, അതൊന്നും നമുക്ക് ഫീൽ ചെയ്യത്തില്ല, ആ ഒരു ബുദ്ധിമുട്ടൊന്നും. പക്ഷെ തിരിച്ചു വരുമ്പോൾ നല്ല രീതിയിൽ ഇതെല്ലാം എഫക്റ്റ് ചെയ്യുന്നതായിട്ട് തോന്നും. കാല് വേദനയ്ക്കും, പൊടിയടിച്ചതിൻ്റെ അസ്വസ്ഥത ഉണ്ട്. ഇപ്പോഴും എൻ്റെ സൗണ്ട് വയ്യ ശരിക്കും, പൊടിയടിച്ചിട്ട് നല്ല ചുമ ഉണ്ടായിരുന്നു. അങ്ങനെ മൊത്തത്തിൽ ബുദ്ധിമുട്ടായിരുന്നു തിരിച്ചു വരുമ്പോൾ. പക്ഷെ നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ ഇതൊന്നും അറിയത്തില്ല. ഇതൊക്കെ സ്വാമിയുടെ അനുഗ്രഹമാണ്. അപ്പോൾ ഒരു 6 മണിയൊക്കെ ആയപ്പം തുടങ്ങിയ ഇറങ്ങിയ കാവടി എത്തിയത് ഹരിപ്പാട് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ എത്തിയത് ഒരു 10 മണിയോളമായി, 9:30 കഴിഞ്ഞ് കാണും സമയം. ഹരിപ്പാടുകാർക്ക് ഏറ്റവും സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു ഇന്ന്. എല്ലാവരും ഇളകി നല്ല സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു. അപ്പോൾ പോയിട്ടുള്ളവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബായ്.